ടി പി ജയചന്ദ്രൻ, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഭൂപ്രദേശത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് എന്ന ആക്ഷേപം ആദ്യം വരുന്നു. അത് വ്യാജ പോസ്റ്റാണ് എന്ന് പറയുന്നു. ഇപ്പോൾ മുൻ MLA കൂടിയായിട്ടുള്ള CPM-ൻ്റെ സംഘടനാ ശ്രേണിയിൽ ഉയർന്ന പദവികൾ വഹിക്കുന്ന ഒരു പൊതുപ്രവർത്തക ഏറ്റവും ഒടുവിൽ ആ പോസ്റ്റ് പിൻവലിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ വശം എന്താണ്? ടി പി ജയചന്ദ്രൻ, BJP എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നോക്കൂ നികേഷേ, ഈ വർഗീയതയും അന്യമത സ്പർദ്ധ വളർത്തലുമൊക്കെ ഞങ്ങൾക്ക് ചാർത്തി കേരളത്തിലെ പൊതുവിൽ തന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ചാർത്തി തന്ന ഒരു ലേബലായിരുന്നു. നോക്കൂ, ഇത് കുഞ്ഞിക്കണ്ണൻ പറയുന്ന മാതിരി അത്ര നിഷ്കളങ്കവും അത്ര ലാഘവ ബുദ്ധിയോടെയും നമ്മൾ കാണേണ്ടതാണോ? അല്ല, കുഞ്ഞിക്കണ്ണൻ വളരെ നിഷ്കളങ്കവും ലാഘവ ബുദ്ധിയോടുകൂടി അല്ല അത് വിശദീകരിച്ചിട്ടില്ല. ഏറ്റവും കടുത്ത വാക്കുകളിൽ തന്നെയാണ് വിശദീകരിച്ചതെന്ന് ഞാൻ കരുതുന്നു. സാർ ഇടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, സോറി. അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ നികേഷേ, ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമ്മൾ. ഞാൻ ആദ്യഘട്ടത്തിലൊന്ന് പൂർത്തിയായിക്കോട്ടെ. തുടക്കം തന്നെ ഇങ്ങനെ ഇടപെട്ട് സംസാരിച്ച് ബുദ്ധിമുട്ടാക്കരുത്. നോക്കൂ, ഇത് നിഷ്കളങ്കമാണ് എന്നെനിക്ക് തോന്നാത്തത് 1.5 മാസമായി നികേഷേ ഇത് ആ വാളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ 1.5 മാസക്കാലത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങി ഇത്രയും കാലം കേരളത്തിൽ നടന്ന ധോരണികളും കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ നമുക്ക് എന്താണ്? ഈ നിഷ്കളങ്കയായ മുൻ MLA CPM-ൻ്റെ സംസ്ഥാന സമിതി അംഗം എന്തിന് ഇത്രയും കാലതാമസം എടുത്തു ഇത് വിഡ്രോ ചെയ്യാൻ? ഇനി അവർ വിഡ്രോ ചെയ്യുന്നു. ഇന്നലെ വരെ അവരുടെ പ്രൊഫൈൽ ലോക്ക്ഡ് അല്ലല്ലോ. ഇന്നെന്താണ് ആ പ്രൊഫൈൽ ലോക്ക്ഡായി പോകുന്നത്? അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കാര്യമായ പങ്ക് അതിലുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? രണ്ടാമത്തെ കാര്യം, കേരള പോലീസ് അത്ര മോശം പോലീസ് സേനയാണ് എന്ന അഭിപ്രായം നികേഷ് നമുക്ക് ആർക്കുമില്ല. നോക്കൂ, അതിൻ്റെ ആരോപണ വിധേയനായ കക്ഷി ആ ഫോൺ അദ്ദേഹത്തിന് കേരള സൈബർ പോലീസ് വിങ്ങിന് കൊടുക്കുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ കേരളത്തിലെ സൈബർ പോലീസ് അത്ര മോശക്കാരൊന്നും അല്ലല്ലോ. അവർക്ക് ഇത് അവരുടേതാണോ അല്ലയോ അന്ന് പ്രഖ്യാപിക്കാം. എന്തിന് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കേരള പോലീസ് ഇതിന് കാത്തിരുന്നു? അപ്പം നമ്മൾ പറയുന്ന മാതിരി അത്ര നിഷ്കളങ്കവും ജാഗ്രത കുറവും പെട്ടെന്നുണ്ടായ ഒരു വിസ്ഫോടനമൊന്നും അല്ല. ഈ വടകരയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാമല്ലോ. വളരെ കൃത്യമായ അജണ്ട തയ്യാറാക്കി വർഗീയമായ ചേരിതിരിവുണ്ടാക്കി രാജ്യദ്രോഹികളായാലും വർഗീയമായാലും ശരി 10 വോട്ട് കിട്ടുക എന്ന ദുഷ്ടലാക്കിയതിനുണ്ട് എന്ന് വടകരയുടെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. നോക്കൂ, പണ്ടൊരു കണാരൻ്റെ പേരിൽ ഇതേ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് പള്ളികൾ ആക്രമിച്ചതും വംശീയലഹള ഉണ്ടായതും ജാതി തിരിഞ്ഞ് ആക്രമിച്ചതും അത് വർഗീയലഹളയാക്കിയതും ഒരു CITU-കാരന് അങ്ങ് കല്ലാച്ചി വെച്ച് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടതും. ഇതറിയാത്ത പാർട്ടിയാണോ CPM? അത് ബോധപൂർവമല്ലെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കുമോ? ഇനി രണ്ടാമത്, TP വധക്കേസിന് വന്ന വണ്ടിയുടെ ഇന്നോവയുടെ പുറകിൽ മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചത് ജാഗ്രത കുറവും അങ്ങനെ നിഷ്കളങ്കവുമായി വന്നതാണ് എന്ന് വിശ്വസിക്കാൻ നികേഷ് നമുക്ക് സാധിക്കുമോ? അത്ര ലാഘവബുദ്ധിയോടെ ഈ വിഷയത്തെ നമുക്ക് സമീപിക്കാൻ സാധിക്കുമോ? മൂന്നാമത്, ഈ ഒരു വിഷയം ഒരു മുൻ MLA-യും CPM-ൻ്റെ ഉന്നത നേതാവും 1.5 മാസക്കാലമായി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയും വീണ്ടും അവരുടെ വാളിൽ വളരെ കൃത്യമായി സൂക്ഷിക്കുകയും ഇപ്പോൾ പ്രൊഫൈൽ പോലും പൂട്ടി ഓടിപ്പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായ അജണ്ടയുമായുള്ള ഒരു നീക്കമായിരുന്നു. നാദാപുരം കലാപം പോലെ അതിന് ആക്കം കൂട്ടാൻ ഇവിടെ മുസ്ലിം ലീഗുകാർ ശ്രമിച്ചിട്ടുണ്ട്. നിസ്കാരപ്പായയിലെ കഥയും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഒക്കെ പിന്നീട് പിൻവലിച്ചൊക്കെ നമുക്കറിയാം. ഇത് നമ്മൾ കാണുന്നത് എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയെ ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റപ്പെടുത്തുന്നവർ, ഒറ്റപ്പെടുത്തുന്നവർ. ഇത് ഇവിടെ തീർന്നില്ല. മതേതരത്വത്തിൻ്റെ പേരിലും വർഗീയതയ്ക്കെതിരായി ഒത്തക്കച്ചവടം ഏറ്റെടുത്തിരിക്കുന്നവർ ഒളിഞ്ഞു നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ മാറി പുറത്തെത്തുന്നതേ ഉള്ളൂ. ഞാൻ അടിവരയിട്ട് പറയും, കഴിഞ്ഞ 1.5 മാസക്കാലം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ വീടുകളിൽ വോട്ടർമാരോട് ഈ 2 കൂട്ടരും പരസ്യമായി പിടിക്കപ്പെടാത്ത ഘട്ടം മനസ്സിലാക്കിയിട്ട് കൃത്യമായി നടത്തിയ വർഗീയ പ്രചരണമായിരുന്നു അത്. വർഗീയ ലഹളയുണ്ടായാലും ജനങ്ങൾ തമ്മിൽ തെറ്റിയാലും അതിൽ നിന്നും കിട്ടുന്ന 4 വോട്ടുകളായിരുന്നു. നോക്കൂ, UDF-ൻ്റെ മറ്റൊരു ഉന്നത നേതാവ് ഒരു മന്ത്രിക്കെതിരായിട്ട് അശ്ലീല പരാമർശവും നടത്തിയത് നിഷ്കളങ്കമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അതുകൊണ്ട് ഇത് വളരെ കൃത്യവും ആസൂത്രിതവുമായി